ഇന്ന് നമുക്ക് ചെറുപയർ വെച്ച് നല്ലൊരു അടിപൊളി തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും തോരനും കറിയൊക്കെ ഉണ്ടാക്കിയേക്കും. പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റാണ്. ഇത് വെയിറ്റ് ലോസിനായാലും BP, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ റെസിപ്പിയാണ്. ചെറുപയറിൽ ഒരുപാട് അയൺ കണ്ടൻറ്റ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് വിളർച്ച മാറാനും കണ്ണിൻ്റെ ഇതിനും ഒക്കത്തിനും നല്ലതാണ് കേട്ടോ. ദിവസം നമ്മുടെ ഫുഡിൽ ഒരു നേരമെങ്കിലും ചെറുപയർ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയറെടുത്ത് നന്നായിട്ട് 2-3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ രാത്രിയാണ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. മൂടി വെക്കണം. അതിന് ശേഷം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ തന്നെ ഇത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം കളയണ്ട കേട്ടോ. വെള്ളത്തിൽ ഒരുപാട് സത്തുകളുണ്ടാവും. പക്ഷേ ഞാനിത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കണ കാരണം കൊണ്ട് ഞാനിതിൻ്റെ വെള്ളം കളഞ്ഞ് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. മുളപ്പിക്കാൻ വേണ്ടി നമ്മൾ കുതിർത്തിയ പയർ കുതിർന്നതിന് ശേഷം കൈകൊണ്ട് തിരുമ്പി കഴുകരുത് കേട്ടോ. അപ്പോൾ അത് രണ്ടായിട്ട് പൊളിഞ്ഞ് വന്നാൽ പിന്നെ അത് മുളയ്ക്കില്ല, മുള വരില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ കാട്ടിയിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഇനി അത് അങ്ങനെ ഇരിക്കട്ടെ. ഞാനിത് മൂടി വെക്കണ്ട കേട്ടോ. ഇപ്പോൾ നമ്മളിത് രാവിലെയാണ് ഇപ്പോൾ മുളക്കാൻ വേണ്ടി മാറ്റി വെച്ചത്. ഇപ്പോൾ അത് വൈകുന്നേരം ആയിട്ടുണ്ട്, രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. ചെറുപയർ പെട്ടെന്ന് മുളക്കും. കടലയും പാറ്റതൊക്കെയാണ് മുളക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇനി ഇത് ഇപ്പോൾ നമ്മൾ രാത്രിയല്ലേ ഇപ്പോൾ ഇത് മുളച്ചത്. ഇനി ഇത് പുറത്തിരുന്നിട്ട് പറഞ്ഞാൽ ഒരു ജാതി മണം വരുള്ളൂ കേട്ടോ, സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നാളെ രാവിലെ എടുക്കാറുണ്ട്. ഇപ്പോൾ അത് രാവിലെ ആയിട്ടുണ്ട്. ഞാൻ മുളപ്പിച്ച പയറിന്ന് ഒരു കപ്പ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ മുളപ്പിച്ച പയറും കൊണ്ടും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് കണ്ടു നോക്കിയിട്ടാ. ഞാൻ ആ മുളപ്പിച്ച പയറിന്ന് 1.25 കപ്പ് ഞാൻ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പയർ മുളപ്പിച്ച കാരണം കൊണ്ട് ഇതിലേക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിത് വെറുതെയാനുള്ള പോലെ ഉണ്ടാക്കുന്നത്. കുഴഞ്ഞൊട്ടിയ പോലെ നിങ്ങൾക്ക് വേണ്ടിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെറുപയറൊന്നും ഇരുമ്പ് ചട്ടിയിൽ വെക്കരുത് കേട്ടോ. ചെറുപയറും അയണാണ്. ഇരുമ്പ് ചട്ടിയിൽ അയണുള്ള കാരണം പെട്ടെന്ന് കറക്കുള്ളൂ. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, തുറന്നിട്ട്. നല്ല ചെറുപയർ എല്ലാ ഭാഗവും ഒന്നിച്ചിട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാൻ കുറച്ചല്ലേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ചെറുപയർ വെന്തതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി വലിയ ഉള്ളി ചെറിയ ഉള്ളി എന്താണെങ്കിലും ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 3-4 വെളുത്തുള്ളി ഞാൻ കുതിച്ചാച്ചാൽ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുപയർ വേവിക്കുമ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് ഒരുപാട് എരിവില്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് വഴറ്റിയിട്ട് നല്ല ഗോൾഡൻ കളറായി മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. ഒരു ഉള്ളി മൂത്താൽ അങ്ങനത്തെ ഒരു മണം വരുമ്പോൾ ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കണം കേട്ടോ. നമ്മുടെ ചെറുപയറിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഈ വറവ് എത്തിയണം. വറവ് എത്തിയതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുമ്പോൾ നമ്മുടെ ഈ തൂമിച്ചതിൻ്റെ എല്ലാ ഫ്ലേവറും പേരിലേക്കാകാൻ വേണ്ടിയിട്ടാണ്. ഇത്രയോളം നോക്കി നമ്മുടെ റെസിപ്പി.
കണ്ടില്ലേ വേറെ പറയാൻ അടിപൊളിയാണ് കേട്ടോ. ഹെൽത്തിയാണ്. ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും കൂട്ടിക്കഴിക്കാൻ നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ്. ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി. അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാം എന്നെ കൊണ്ട് ഓക്കെ. താങ്ക് യു. ബൈ.